ചേച്ചി ആദ്യമായിട്ട് ഈ ഭർത്താവ് അഭിനയം പഠിപ്പിക്കാൻ വരുമ്പോ നിങ്ങൾ എന്നെ പഠിപ്പിക്കാനൊന്നും വരണ്ട, കുറെ വർഷമായി ഞാൻ ഇവിടെ എന്ന് എപ്പോഴെങ്കിലും പറഞ്ഞായിരുന്നു? ഇല്ല വീണ, ഇത് ഞങ്ങൾ കുറെ നാളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പടമാണ്. കുറെ ഓരോ ക്യാരക്ടേഴ്സിനെ ഇങ്ങനെ പിന്നെ ചേട്ടൻ്റെ നാട്ടിൽ തന്നെയുള്ള പല സംഗതികള് ഇതിങ്ങനെ സംസാരിച്ച് ഷൂട്ടിംഗ് എന്നുള്ള വ്യത്യാസം പറഞ്ഞില്ല സത്യം. ശരി. മറ്റേ നമ്മളൊരു കഥ നമ്മൾ പെട്ടെന്ന് നമ്മൾ ഒന്ന് ശരിയാക്കി സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി സ്പോട്ടിൽ പോയി നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഷൂട്ടിങ്ങിന്റെ അറ്റ്മോസ്ഫിയർ തോന്നുന്നതിന് ഇത് 10-12 വർഷമായി. ഇതിൽ ഓരോ ക്യാരക്ടേഴ്സും ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട് കേട്ടോ, ഇങ്ങനെ ഒരാളുണ്ട് കേട്ടോ, ഇങ്ങനെ പറഞ്ഞ് തമിഴിന് വേണ്ടിയായിരുന്നു സത്യത്തില്. അത് ശരി. തമിഴ് സിനിമയ്ക്ക് വേണ്ടിയായിരുന്നു ഒരു പ്രൊഡക്ഷൻ നമ്മൾ സ്വന്തമായിട്ട് തുടങ്ങാം എന്നുള്ള രീതി. അത് പിന്നെ മോന്റെ ജനനത്തോടുകൂടി അതങ്ങ് പോസ്റ്റ്പോണ്ട് ആയിപ്പോയി. പിന്നെ ആട്ടെ എന്ന് വിചാരിച്ചു. എനിക്ക് TV പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു തമിഴിൽ, ഞാൻ സീരിയലും ചെയ്തിരുന്നു. അങ്ങനെ അങ്ങ് നീണ്ടുപോയി. തമിഴിൽ നമുക്ക് പഞ്ചായത്ത് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് എന്തിനാണെന്നറിയോ? അയ്യോ, വീണയെ ഉർവശി തമ്മിലുള്ള പ്രശ്നയ്ക്ക് പഞ്ചായത്ത് പേസിട്ട് വന്നിട്ട് മധ്യസ്ഥതയ്ക്കാണ് പെരിയ പഞ്ചായത്ത് നടന്നു പോച്ചു. രണ്ടുപേര് തങ്ങളുള്ള തർക്കമോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മധ്യസ്ഥത വഹിക്കുന്നതിനാണ് ഈ പഞ്ചായത്ത് എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് അവിടുത്തെ പഞ്ചായത്തുകളിലൊക്കെ എല്ലായിടത്തും ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുമായിരിക്കും, പക്ഷെ അവിടെ ഈ നാട്ടാമ്മ ഊർക്കൂട്ടം ഇതൊക്കെയല്ലേ കൂടുതലും. അപ്പം ശരിയാണ്. അപ്പം ഒരു പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ മലയാളമാണ് നല്ലത്, അങ്ങനെ വരുമായിരുന്നു.